குட் ஈவினிங் ஃப்ரெண்ட்ஸ். இந்த வீக்கெண்டு நம்ம பார்க்க போகிறது வந்து கறிகாப்பில் வெத்த குழம்பு. எப்படி பண்ணுறது பார்க்கலாமா? இந்த கறிகாப்பில் வந்து ஹேர் க்ரோத்துக்கு, டைஜஷனுக்கு, கண்ணுக்கு எல்லாம் ரொம்ப நல்லதாகும். நம்ம சப்போஸ் இப்போ நாளைக்கு ஹெவியாக டின்னர் சாப்பிட்டோம், அல்ல இன்றைக்கி உச்சைக்கு வந்து ஹெவியாக சദ്യ சாப்பிட்டோம், இப்போ நைட்டு வந்து ஒரு லைட்டான ஒரு கறி போரும், வயிறு ரொம்ப நிறைஞ்சிருக்கு நல்லா தோணினா இந்த வெத்த குழம்பு சூட்டபுளாக இருக்கும். எப்படி பண்ணுறோம் பார்க்குறோமா? ആദ്യം ഒരു പാനിൽ 2 ടീസ്പൂൺ നല്ലെണ്ണ വിട്ടുവെക്കും. എണ്ണ ചൂടാനതും 1 സ്പൂൺ തോരപ്പരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉളുന്ത് പരിപ്പ് 1-2 വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 കാശ്മീരി ചില്ലി വന്ന് കളർക്ക് വേണ്ടിയും, ഒരു 3 നോർമൽ വറമുളക വന്ന് കാരത്തുക്ക് വേണ്ടിയും പോട്ടുകലാം. ഒരു 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, ഒരു 4 കഷ്ണം തേങ്ങായ വറുത്തുക്കരുത്. പിന്നെ അതിൽ ഒരു പിടി, ഒരു കൈ നിറയെ കരികാപ്പില എടുത്ത് അതിൽ പോട്ട് നന്നായി വറുത്തുക്കരുത്. ഇതൊന്ന് വറந்து വന്നതുമേ ഗ്യാസ് ഓഫ് பண்ணிடலாம். അതിൽ പെരുങ്കായപ്പൊടി പോട്ട് നന്നായി ഇളക്കരുത്. അപ്പോൾ നല്ല ഗമഗമാന്ന് വാസന വരും. பார்க்கறதுக்கே சூப்பராக இருக்கும். ആറിന പിന്നെ വേണ്ട വെള്ളത്തെ ചേർത്ത് നന്നായി നൈസാக അരച്ചെടുത്തിക്കണം. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് ഒരു 2 സ്പൂൺ நல்லெண்ண சேர்த்துக்கும். நல்லெண்ணெய் தான் இந்த வெத்த குழம்புக்கு ரொம்ப நல்லது. நல்லெண்ணெய் தான் வெத்த குழம்புக்கு ஸ்பெஷல் டேஸ்ட்டை தரும். എണ്ണ ചൂടാനത് 1 സ്പൂൺ കടുക്, ഒരു 1/2 സ്പൂൺ ഉളുന്ത് പരിപ്പ് ഒന്ന് വറുത്തതും, ഒരു 1/4 സ്പൂൺ മെന്തിയം പോട്ട് ചേർത്ത് വറുത്തുക്കളത്. പിന്നെ ഒരു 10-15 ചിന്ന വെങ്കായം നന്ന പൊടിപ്പൊടിயாக അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് പോട്ടുക്കളത്. പിന്നെ പൂണ്ട് പിടിക്കുന്നുള്ളവൾക്ക് ഒരു പൂണ്ട് ഒരു 10 പല്ല് ഇത് മാതിരി ചിന്ന നരക്കിയിട്ട് ഇതിൽ പോട്ട് നന്നായി ചൂടായ ഒരു റെഡിഷ് ആവറ വരെ വറുത്തെടുത്തിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ കൊത്തമല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളകാപ്പൊടി കാലத்துக்கு தேவையாக போட்டுக்கலாம். പിന്നെ പൊടി ഇളക്കി വിട്ട് ഒന്ന് அந்த മസാല വാസന, പച്ച മസാല വാസന പോകുന്നതുമേ இந்த കറിവേപ്പില വഴുത് അരച്ച് വെച്ചിരിക്കില്ല അതേ പോട്ട് ചേർത്ത് നന്നായി വതക്കിയെടുക്കരുത്. പിന്നെ ഒരു നെല്ലിക്ക അളവ് പുളി നന്നായി കരച്ച് വെച്ചിക്കരുത്. അത് ഇതിൽ വിട്ട് കൊതിക്ക വിടരുത്. ഇതൊക്കെ தேவையான ഉപ്പ് കൂട്ടുക്കരുത്. ഒരു കഷ്ണം വെള്ളം ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കരുത്. എന്നിട്ട് ഒരു സിമ്മിൽ ഒന്ന് മൂടി വെച്ചിக்கலாம். இதில் வந்து இந்த கட்டி திக்னஸ் வந்து அவளுக்கு எப்படி பிடிக்குமோ அது மாதிரி விட்டுக்கலாம். இந்த வெத்த குழம்பு பொதுவாகவே கொஞ்சம் திக்காக இருந்தால் நல்ல சூடு சாதம் கூட பிசைஞ்சு சாப்பிட அட்டகாசமாக இருக்கும். இந்த இட்லி தோசை கூட உங்களுக்கு சைட் டிஷ்ஷாக யூஸ் பண்ணலாம். எல்லாரும் ட்ரை பண்ணி பாருங்க. மறக்காமல் லைக், கமெண்ட், ஷேர் பண்ணுங்க. வேறு ரெசிபிமா நமக்கு நெக்ஸ்ட் வீக் பார்க்கலாம். பை பாய்.